ആ സമയത്ത് ഈ ആർഷോ എന്ന് പറഞ്ഞ ചേട്ടൻ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെങ്ങനെ സമ്മതിക്കും? ഏത് രീതിയിൽ കൊല്ലണം, ഇൻറ്റേർണൽ ഓർഗനിൽ അവന് ബ്ലീഡിങ് ഉണ്ടാക്കിയിട്ട് ഒരു പരിക്ക് പോലും മുഖത്തുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് കൊന്നത് ഇവൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്. അതിൽ പോക്സോ കേസിൽ പ്രതിയാവാതെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ഈ മണിയാണ്. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അടിച്ച് തകർക്കണവരാ. അതുപോലെ 5 നമ്പർ ഞാനായിരിക്കും, അല്ല 4 നമ്പർ ഞാനായിരിക്കും. വധശിക്ഷ തന്നെ കിട്ടണം ഈ വലിയ മെയിൻ ക്രിമിനലിന്. SFI എന്നുള്ള ആ ഒരു സംഘടന, ആ മാവോയിസ്റ്റ് നക്സൽ സംഘടന നേതാക്കന്മാർ കൊടുത്ത നിർദ്ദേശം അനുസരിച്ചിട്ട് അവനെ ഭംഗിയായി കൊന്നു തീർത്തു. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ തെളിവ് നശിപ്പിക്കണം. ആ തെളിവ് നശിപ്പിക്കേണ്ട ഈ 15 ദിവസം അവർക്ക് വളരെ വളരെ വിലപ്പെട്ടതായിരുന്നു. പുറമേ ഒരു മുറിവും വരുത്താതെ ടോർച്ചർ ചെയ്ത് ആഹാരം പോലും കൊടുക്കാതെ നിർത്തിക്കൊണ്ട് ഇൻറ്റേർണൽ ഓർഗന് അകത്തുള്ള രക്തസ്രാവം വരുത്തിക്കൊണ്ട് കൊല്ലുക. അതാണ് ഇവരുടെ രീതി. ആ രീതിയിലുള്ള ഏറ്റവും കൂടുതൽ പരിശീലനം ലഭിച്ചിട്ടുള്ളതാണ് കേരളത്തിലുള്ള SFI സംഘടനയും അവരുടെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ. സ്റ്റേറ്റ് തന്നെ വിട്ടുപോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിട്ടു പോകുന്നുണ്ടെങ്കിൽ അവരെവിടെ പോകും അവിടെ തന്നെ ഞാനും അവരെ പിറകെ കാണും. നമസ്കാരം. സിദ്ധാർത്ഥിന് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ഹൃദയമുള്ള ഓരോരുത്തരുടെയും ഉള്ളിൽ എന്നും സിദ്ധാർത്ഥ് ഉണ്ടാകും. ഞാനിപ്പോൾ നിൽക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ വീട്ടിലാണ്. ഈ പഴയ വീട്ടിലാണ് സിദ്ധാർത്ഥ് ജനിച്ച് കളിച്ചു വളർന്നത്. ഇപ്പോഴാണ് മറ്റൊരു വീട് പുതിയതായി നിർമ്മിച്ച് കുറച്ചപ്പുറത്തേക്ക് മാറി താമസിച്ചത്. ഈ വാർത്ത ഒരിക്കലും മരിക്കരുത്. കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടുന്നതുവരെ, സിദ്ധാർത്ഥിൻ്റെ ആത്മാവിന് നീതി കിട്ടുന്നതുവരെ. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം CBI അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. എന്താണ് നിജസ്ഥിതി ഒന്ന് പറയാമോ? അതിനുശേഷം കേട്ടതെല്ലാം ശരിയാണ്. അതിനെ അട്ടിമറിച്ചതും എല്ലാം കാര്യങ്ങളെല്ലാം ശരിയാണ്. ഞാനത് വിശ്വസിച്ചിരുന്നു. CBI അന്വേഷണം 9-ാം തീയതി ആണ് ഞാൻ പോയത്. 9-ാം തീയതി ശനിയാഴ്ചയാണ് ഞാൻ പോയത്. CBI അന്വേഷണം വേണം, അത് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൽ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രഷറും ആ പോലീസ് ഉദ്യോഗസ്ഥന് മേളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. ഉടനെ തന്നെ CBI അന്വേഷണം തരാമെന്ന് പറഞ്ഞു. CBI അന്വേഷണം തരാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു 2 ആഴ്ച കഴിഞ്ഞു, അത് അല്ലെങ്കിൽ ഒരു 10-20 ദിവസം കഴിയുന്നു. അതിനെക്കുറിച്ചിട്ട് ഒരു അറിവുമില്ല. അന്വേഷണം എങ്ങനെ വിട്ടോ, CBI അന്വേഷണത്തിന് വിട്ടോ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാണ് അന്വേഷിക്കേണ്ടത്? CMൻ്റെ ഓഫീസിൽ അന്വേഷിക്കുമ്പോഴേ അവർ വളരെ ലാഘവത്തോടെ പറയുക, ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാമെന്ന്. അപ്പോഴാണ് ഹോം ഡിപ്പാർട്ട്മെൻറ്റിലാണല്ലോ ഞാൻ അന്വേഷിക്കുന്നത്. CBI അന്വേഷിക്കുന്ന ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, അതിനപ്പുറം അത് ഹോം ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ നിന്ന് പറയുന്നത് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കുമോ, അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാം. ശരി, അവിടെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പോയി സെക്രട്ടേറിയറ്റിൽ പോയി അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സെക്ഷനിലെ ആളില്ല, ട്രാൻസ്ലേറ്റ് വന്നിട്ട് അന്വേഷിക്കാം, പോവും, CBI അന്വേഷണത്തിന് പോവും എന്നൊക്കെ വളരെ ലാഘവത്തോടെ വളരെ ഈസി ആയിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം ആണ് ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ ട്രാപ്പിൽപ്പെട്ട് കിടക്കുകയാണെന്ന് ഞാൻ മനസ്സിലായത് എപ്പോഴാണ്? ഈ 33 വരെ സസ്പെൻഷനിലായിട്ടുള്ളവരെ അവരെ തിരിച്ചെടുത്തപ്പോഴും ഞാൻ വീണ്ടും അവിടെ പോയി ചോദിച്ചു, 33 പേര് എന്ത് തിരിച്ചെടുത്തു, ഏത് രീതിയിലാണ് തിരിച്ചെടുത്തത്, അപ്പോൾ കേസ് അന്വേഷണം എന്തായി എന്നന്വേഷിച്ചു. ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് പേരെ എനിക്ക് കാണാൻ പറ്റുന്നവരെയൊക്കെ ഞാൻ പോയി കണ്ടു. ഈ VD സതീശൻ സാറ് അവിടെ പോയി ഞാൻ കണ്ടു. രാജീവ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ സ്ഥാനാർത്ഥിയാണെങ്കിലും അദ്ദേഹമൊക്കെ സിറ്റിംഗ് മന്ത്രിമാരാണ്. മുരളീധരൻ സാറിൻ്റെ അടുത്ത് പോയി, അവരുടെ അടുത്ത് പോയി കണ്ടു. സാർ ഇങ്ങനെയാണ് നടക്കുന്നത്, അവർക്കെല്ലാം തിരിച്ചെടുത്തു, ആൾക്കാരെ തിരിച്ചെടുക്കുന്നു, കേസ് ഒരിടത്ത് എത്തിയില്ല എന്നൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ 1 മണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടി അവർക്കുള്ള പേപ്പറുകൾ റെഡിയായി, ട്രാൻസ്ലേഷൻ പേപ്പർ റെഡിയായി, പ്രൊഫോമ ലിസ്റ്റിൽ റെഡിയായി, എല്ലാം കൊണ്ട് ഒരു സ്പെഷ്യൽ മെസ്സഞ്ചറിൻ്റെ അടുത്ത് DYSP കയ്യിൽ കൊടുത്തിട്ട് ഡൽഹിയിലോട്ട് പറഞ്ഞയക്കുന്നു. അതിനകത്ത് എന്തൊക്കെ റിപ്പോർട്ടുണ്ട്, ഏതൊക്കെ റിപ്പോർട്ടുണ്ട് ആർക്കും അറിയില്ല. മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? താങ്കൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടതാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം? ഇല്ല, ഞാൻ കൂടുതൽ പ്രതികരണത്തിലോട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞു തന്ന മറുപടി ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ CBI അന്വേഷണം വേണമോ, CBI അന്വേഷണം വേണമെങ്കിൽ CBI അന്വേഷണം തരാം എന്നുള്ളതാണ് മറുപടി എനിക്ക് തന്നത്. അതിനുള്ള ബാക്കിയുള്ള പ്രതികരണത്തിലോട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു മറുപടി മാത്രം പറഞ്ഞു, CBI അന്വേഷണം വേണം, CBI അന്വേഷണം വേണമെങ്കിൽ CBI അന്വേഷണത്തിൽ പോവാം എന്ന് പറഞ്ഞ് ഞാൻ ശരി തൃപ്തിയായിട്ട് ഇറങ്ങി. എനിക്ക് കൂടുതൽ അതുകൊണ്ട് എനിക്ക് വേറെ അങ്ങോട്ട് പോവേണ്ട കാര്യമില്ലായിരുന്നു.
CBI അന്വേഷണം തരാമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ തന്നു. ഒരു മണിക്കൂറിനകത്ത് CBI അന്വേഷണം പ്രഖ്യാപിച്ചു. അവർ CBI അന്വേഷണം പ്രഖ്യാപിച്ചു, ഓക്കെ തരാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വായും അങ്ങ് മൂടിക്കെട്ടി. എൻ്റെ കുടുംബത്തിനുൾപ്പെടെ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ വായും മൂടിക്കെട്ടണം. അത് ഏത് ഭരണകക്ഷിയും പ്രതിപക്ഷമാണെന്നെങ്കിലും പ്രക്ഷോഭം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷമാണല്ലോ. തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ തുറന്ന് കാണിക്കേണ്ടത് പ്രതിപക്ഷമാണ്. അവരെ വാവും മൂടിക്കെട്ടി. പ്രത്യേകിച്ച് ഇലക്ഷനായിരുന്നു. അതിനെക്കാട്ടും ഉപരി കേരളത്തിലുള്ള ജനങ്ങളെ മൊത്തം വായി മൂടിക്കെട്ടേണ്ട ഒരു അവസരമായിരുന്നു. ഒരു അത്യാവശ്യമായിരുന്നു. അത് മൂടിക്കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരെ ഇലക്ഷൻ വരികയാണ്. എനിക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല, എന്നാൽ പോലും ഞാൻ പറയുകയാണ്, ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ വന്നിട്ട് ഒരു CBI അന്വേഷണം പോലും തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ കസേര എടുത്ത് ഇട്ട് കൊടുക്കുന്നതിന് പകരം അവർ ചൂലെടുത്ത് അടിക്കും വീട്ടുകാർ. വീട്ടിലുള്ളവർ, അമ്മമാർ, പ്രത്യേകിച്ച് അമ്മമാരും സഹോദരിമാരും. അത് അവർക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ആൾക്കാരുടെ അങ്ങ് മൂടിക്കെട്ടിയപ്പോൾ എൻ്റെ കുടുംബത്തിലുൾപ്പെടെ അങ്ങ് മൂടിക്കെട്ടി. ഈ 10-15 ദിവസം അവർക്ക് മതിയായിരുന്നു എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ തെളിവ് നശിപ്പിക്കണം. ആ തെളിവ് നശിപ്പിക്കേണ്ട ഈ 15 ദിവസം അവർക്ക് വളരെ വളരെ വിലപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവ്. 100-200ഓളം കുട്ടികൾ ക്യാമറയിൽ എടുത്തുകൊണ്ടിരുന്ന സാധനം നശിപ്പിക്കുക എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അവർ ക്യാമ്പയിൻ നടത്തി 10-15 ദിവസം കൊണ്ട് ക്യാമ്പയിൻ നടത്തി 200ഓളം കുട്ടികളെ കണ്ടുപിടിച്ചു. അവരെടുത്ത മൊബൈലിലുള്ള കാര്യങ്ങളെല്ലാം നശിപ്പിക്കണമായിരുന്നു. അതെല്ലാം അവർ വളരെ കൃത്യമായിട്ട് നശിപ്പിച്ചു വിട്ടു. താങ്കൾ ഇതെല്ലാം കൃത്യമായി അറിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നതാണല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഈ പോലീസ് കണ്ടുപിടിച്ചിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ പറയാത്ത കാര്യങ്ങൾ 2 കാര്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. 8 മാസം വരെ എൻ്റെ മകനെ പീഡിപ്പിക്കാത്ത ഒരു കാര്യം, പീഡിപ്പിച്ച് ഞാൻ കണ്ടുപിടിക്കാത്ത കാര്യം, അത് തന്നെയാണ് പോലീസ് കണ്ടുപിടിച്ചത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് പെൺകുട്ടിയുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് സൂത്രധാരിയായിട്ടിരുന്ന ബിൻസി എന്നുള്ള പെൺകുട്ടിയുണ്ട്. അത് തന്നെയാണ് പോലീസ് കണ്ടുപിടിച്ചത്. ബാക്കി ബിൻസിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? ബിൻസി ഉണ്ട്. ബിൻസി എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഫസ്റ്റ് ഇയറിൽ ഒരു പെൺകുട്ടിയെ അവർക്ക് പാർട്ടിയിലെ ചായ്വായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അവർ സ്പോൺസേഡായിട്ട് ഉപയോഗിക്കും. എല്ലാ കാര്യത്തിലും ഈ പെൺകുട്ടിയെ അവർ ഉപയോഗിക്കുന്നത്. അത് തിരഞ്ഞെടുത്ത് വെച്ചതാണ് ഈ ബിൻസിയുടെ അമ്മ എന്ന് പറഞ്ഞത് കമ്മീഷണർ ഓഫീസിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥയാണ്, കമ്മീഷണർ ഓഫീസിൽ തൃശ്ശൂർ. അപ്പോൾ അവരെ തൊട്ട് കളിക്കാനായിട്ട് ഈ പോലീസിനൊന്നും പറ്റില്ല. അങ്ങനെ അത്രയ്ക്ക് ധൈര്യമുള്ള പോലീസ് ഇവിടെ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന് തെറ്റ് പറയില്ല. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന് തെറ്റ് പറയില്ല. അവിടെ നിന്ന് കയറി ചെല്ലാൻ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥന് പറ്റില്ല. അതിനുള്ള ഈ പെൺകുട്ടിയാണ് ഈ ബിൻസിയെ തൊടാനായിട്ട് ഇതുവരെക്കും ആർക്കും പറ്റിയില്ല. സ്പോൺസേഡ് SFIയുടെ സ്പോൺസേഡ് പെൺകുട്ടിയാണ് ബിൻസിയുടെ നമ്പറും ഉണ്ട്. ബിൻസിയുടെ അഡ്മിഷൻ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ബിൻസിയെ കൊടുത്തിട്ടുള്ള ഞാൻ പല പ്രാവശ്യം ഞാൻ ആവശ്യപ്പെട്ടില്ല. ബിൻസിയെ കൊടുത്തിട്ടുള്ള പരാതി എനിക്ക് കാണണം. പരാതി കാണിച്ചിട്ടില്ല. ബിൻസിയെ കൊടുത്തിട്ടുള്ള പരാതിക്ക് വേണ്ടി എൻ്റെ മകനെതിരെ കൊടുത്തിട്ടുള്ള ICC ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി എടുത്തിട്ടുള്ള 6 പേപ്പർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ബിൻസിയെ കൊടുത്തിട്ടുള്ള പരാതി കണ്ടിട്ടില്ല. എന്താണ് ബിൻസിയെ കൊടുത്തിട്ടുള്ള പരാതി? കാണിക്കട്ടെ. ബിൻസിയുടെ പരാതി, എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ബിൻസിയെ റേപ്പ് ചെയ്തോ? റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിൻസിക്ക് മെഡിക്കൽ റിപ്പോർട്ട് എടുക്കട്ടെ. മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് വെളിയിലിടട്ടെ. കാണിക്കട്ടെ. ഞാൻ സമ്മതിക്കാം. അത് നഷ്ടപരിഹാരം കൊടുക്കണോ അല്ലെങ്കിൽ എന്താണ്? കാണിക്കട്ടെ. അവരെന്തുകൊണ്ട് കാണിക്കുന്നില്ല? വെറുതെ ഒരു പരാതിയും കൊടുത്തിട്ട് 18-ാം തീയതി കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് 20-ാം തീയതി പരാതി കൊടുക്കുന്നു. 26-ാം തീയതി അവർക്ക് ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി പുറത്ത് വിടുന്നു ഒരു പേപ്പർ. ആ പുറത്ത് വിട്ട പേപ്പറിൽ 2-3 ഡോക്ടർമാരെ സൈൻ ചെയ്തിട്ടുള്ളത്, കംപ്ലയിൻറ്റ് കമ്മിറ്റിയില്ല. ആ ഡോക്ടർമാർ എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യില്ല? ഈ പോലീസ് എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ല? ഇത്രയും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ ഗുരുതരമായ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ മകൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 26-ാം തീയതി മരിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണോ അവന് എതിരെയുള്ള പേപ്പർ കൊടുക്കുന്നത്, ഒരു പരാതി കൊടുക്കണം? നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാളുടെ പേരിൽ പരാതി കൊടുക്കുന്നത് നമ്മൾ എന്താ കേട്ടിട്ടുള്ളത്? ഒരു വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ട്, ആ സ്വത്ത് എനിക്ക് കിട്ടണം അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു മരിച്ച പേരിൽ ആളുടെ പരാതിയല്ല അങ്ങനെ ഒരു കേസ് പോണത്. ഇത് മരിച്ച് മണ്ണടി കഴിഞ്ഞ് ഭസ്മമായി പോയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ട് ആക്ഷൻ എടുക്കണമെന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാം ഇതിനെതിരെ പ്രവർത്തിച്ചത് ഈ SFIയിലുള്ള ഈ നക്സൽ തീവ്രവാദികൾ തന്നെയാണ്. മാവോയിസ്റ്റുള്ള നക്സൽ തീവ്രവാദി അതിന് കുടപിടിക്കുന്ന കേരള ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റാണ്. താങ്കൾ പറയുന്നു ഇത് SFI നക്സൽ രീതിയാണ് അവലംബിക്കുന്നതെന്ന്. അത് എങ്ങനെ താങ്കൾക്ക് പറയാൻ കഴിയും? വളരെ വ്യക്തമാണല്ലോ. സാധാരണ പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു രാഷ്ട്രീയ കൊലപാതകവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വെട്ടോ കുത്തോ നടക്കുമ്പോൾ നമുക്കറിയാം കൈ കിട്ടുന്ന സാധനം എടുത്ത് വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ ഒരു ബോംബെറിഞ്ഞ് കൊല്ലും. അതൊക്കെയാണ്
രീതിയിലാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ഒരു കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നക്സൽ എന്ന് പറഞ്ഞതിൽ അവർക്കുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ട്. നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, നക്സലും ഈ മാവോയിസ്റ്റുകളും ചെയ്യുന്നതല്ല, ഇൻറ്റേർണൽ ഓർഗൻസിന് മാത്രം ഈ ക്ഷതം വരുത്തിക്കൊണ്ട് മനുഷ്യനെ കൊല്ലുക. അത് തന്നെയാണ്, അത് ഇവരുടെ ഏറ്റവും വലിയതാണ്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലുക, അതവിടെ ഈ കാട്ടിനകത്ത് ചെയ്യുന്ന വേല. ഇവർക്കുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ, മാവോയിസ്റ്റുകളുടെ ട്രെയിനിങ് എന്ന് മെയിനായിട്ട് വന്നാൽ ഇൻറ്റേർണൽ ഓർഗൻസിനെ വെളിയിൽ പുറമേ ഒരു മുറിവും വരുത്താതെ ടോർച്ചർ ചെയ്ത് ആഹാരം പോലും കൊടുക്കാതെ നിർത്തിക്കൊണ്ട് ഇൻറ്റേർണൽ ഓർഗന് അകത്തുള്ള രക്തസ്രാവം വരുത്തിക്കൊണ്ട് കൊല്ലുക. അതാണ് ഇവരുടെ രീതി. ആ രീതിയിലുള്ള ഏറ്റവും കൂടുതൽ ഈ ഇതിലുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ളതാണ് ഈ SFI, കേരളത്തിലുള്ള SFI സംഘടനയും അവരുടെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ. അവർക്കറിയാം എങ്ങനെ കൊല്ലണം. അവരുടെ പരിധിയിൽ നിൽക്കാത്ത ഒരു കുട്ടിയെ ഏത് രീതിയിൽ കൊല്ലണം. ആദ്യം മാനസികമായി കൊല്ലുക. മാനസികമായിട്ട് കൊല്ലാനായിട്ട് അവൻ നടന്നില്ല. 8 മാസമായിട്ട് മാനസികമായിട്ട് കൊല്ലാൻ നടന്നിട്ട് ശരിക്കും അവന് ഒരൊറ്റ നട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ബോൾഡായിട്ട് നിന്നു, പറ്റില്ലടാ നിങ്ങൾക്ക് എന്നെ മാനസികമായിട്ട് കൊല്ലാൻ പറ്റില്ല എന്നവൻ നിവർന്നു നിന്നു. അതുകൊണ്ട് അവനെ ശാരീരികമായിട്ട് കൊല്ലാൻ നോക്കി. കൊത്തി കൊന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കറിയാം അതിൻ്റെ ഒരു കേസും കാര്യങ്ങളൊക്കെ ആവും. അതുകൊണ്ട് 3 ദിവസം വരെ അവന് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ കൊല്ലാൻ പറ്റും, മാവോയിസ്റ്റ് രീതി എന്നുള്ള രീതിയിൽ ആ രീതി അവർ ഓർഗനൈസ് ചെയ്തു. SFI എന്നുള്ള ആ ഒരു സംഘടന, ആ മാവോയിസ്റ്റ് നക്സൽ സംഘടന നേതാക്കന്മാർ കൊടുത്ത നിർദ്ദേശം അനുസരിച്ചിട്ട് അവനെ ഭംഗിയായി കൊന്നു തീർത്തു. അത് തന്നെയാണ്, അത് ഉറപ്പാണ്, സംശയമല്ല, വളരെ ഉറപ്പാണ്. CBI വന്ന് അന്വേഷിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടല്ലോ? എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. ആ തെളിവുകൾ ഞാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ മാത്രം ഞാൻ വച്ചേക്കുന്നില്ല. കാരണം ഏത് നിമിഷവും അവരെന്നെ കൊല്ലാം, എനിക്കറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരക്കാരായ ആൾക്കാരല്ല. ഏത് നിമിഷവും എവിടെ വെച്ചോ അവരെന്നെ അപായപ്പെടുത്തുക. അതുകൊണ്ട് ഞാൻ തെളിവുകൾ കൈമാറേണ്ട രീതിയിൽ പല രീതിയിലും കൈമാറി കൊടുത്തിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെളിവുകൾ കൃത്യമായിട്ട് CBIയോ അല്ലെങ്കിൽ എത്തേണ്ടടുത്ത് എത്തും. അവർക്ക് വ്യക്തമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ മുതിർന്ന നേതാവിനെതിരായിട്ടുള്ള തെളിവ് വരെ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് കൈമാറും. മാത്രമല്ല, ഈ സിദ്ധാർത്ഥിനെ പാറപ്പുറത്ത് വെച്ച് രാത്രി മർദ്ദിച്ചപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ ബിൻസിയാണെന്ന് താങ്കൾക്ക് എങ്ങനെയെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ട്? അല്ലല്ല, ആ പെൺകുട്ടി ബിൻസിയ മാത്രമല്ല, അതിൽ സീനിയറും ഉണ്ട്. അതാണ് പറഞ്ഞത്. അതാണ് എനിക്ക് 2 തെളിവുകൾ മാത്രമേ എനിക്ക് കിട്ടാതുള്ളൂ എന്ന് പറഞ്ഞത്. ഒന്ന് 8 മാസത്തോളം പീഡിപ്പിച്ച തെളിവും, രണ്ടാമത് ഈ പാറപ്പുറത്ത് വെച്ചിട്ട് പീഡിപ്പിച്ച സമയത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതെനിക്ക് ആദ്യം കിട്ടാതുള്ളൂ. ബാക്കി ഈ ബിൻസിയുടെ പങ്കെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാമായിരുന്നു. വിളിച്ച് വരുത്തിയതും കൊല്ലാനായിട്ട് അതിനെ പരിപാടി എക്സിക്യൂട്ട് ചെയ്തതും സൂത്രധാരനായിട്ട് എല്ലാം ഈ ബിൻസിയാണ്. പക്ഷേ പാറപ്പുറത്തുള്ളത് സീനിയർ പെൺകുട്ടിയാണ്. എന്തുകൊണ്ട് ഈ പാറപ്പുറത്തുള്ള ആ കുട്ടിയെ പിടിക്കാത്തതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ കോളേജിൽ നിന്ന് പറയുക, പെൺകുട്ടിയല്ലേ വിട്ടുകളയാന്ന്. കോളേജിൽ നിന്ന് പറഞ്ഞതാണ് രാഷ്ട്രീയ ആ ലോക്കലിലല്ലേ രാഷ്ട്രീയ ഇടപാടാണോ എനിക്കറിയില്ല. ആ ലോക്കലിലുണ്ടല്ലോ, ഈ വയനാട്ടിലുള്ള ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ചേംബറിൽ പോയിട്ട് പ്രതികളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ അവരുടെ തണലിൽ നിൽക്കുന്ന അവർ തന്നെയാണ് ഈ പെൺകുട്ടിയെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സമരത്തിലോട്ട് പോകുമെന്ന് പറഞ്ഞു. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മകളായി എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണോ ഇവർക്ക് ഇത്രയും ഒരു സംരക്ഷണം കൊടുക്കുന്നത്? അതുകൊണ്ട് മാത്രമല്ല, അത് ഒരു രാഷ്ട്രീയപരമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും കൂടുതൽ ചായവുള്ള ഏത് പെൺകുട്ടിയാണോ ആ പെൺകുട്ടികളെ വരുതിയിലാക്കിയിട്ട് ഇവരെ കൂടെ നിർത്തും. ഏത് നല്ല കാര്യത്തിന്, ഏത് വൃത്തികെട്ട കാര്യത്തിന് ഈ പെൺകുട്ടികളല്ല, ഈ പെൺകുട്ടിയാണ് കൂടെ പോകേണ്ടത്. അതാണ് അവളുടെ ജോലി. ആ ജോലി അവൾ ചെയ്യണം. അത് അവരുടെ ഒരു അടിമയാണ്. അത് കഴിഞ്ഞാൽ അവർ അടിമയായി. അത് സ്പോൺസേഡ് പെൺകുട്ടിയെ. അതിപ്പോൾ പോലീസ് അവർ രാഷ്ട്രീയപരമായിട്ട് നോക്കും. മണി പവർ, മസിൽ പവർ, പൊളിറ്റിക്കൽ പവർ, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടാണ് ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുന്നത്. എല്ലാം നോക്കിയിട്ട് അത് കണ്ടുപിടിച്ചിട്ടാണ് ഈ ബിൻസിയ എന്നുള്ളത് ഈ പെൺകുട്ടിയെ കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് എല്ലാ ഇതിലും ഒത്തു. ഞാൻ അറിഞ്ഞത് ഈ ബിൻസിയയും പിന്നെ ഈ സീനിയറായിട്ടുള്ള പാറപ്പുറത്തിരുന്ന് കൊല്ലാനായിട്ട് കൂട്ടുനിന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന പെൺകുട്ടികളുണ്ട്. ഇവരെയൊക്കെ ഇപ്പോഴേ അവർ വളരെ വിദഗ്ധമായിട്ട് മണ്ണുത്തിയിലോട്ട് മാറ്റാനായിട്ട്, കോളേജ് മാറ്റാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മണ്ണുത്തിയിലോട്ട് ആവണമെന്നില്ല. കാര്യം മണ്ണുത്തിയിലായിട്ട് ആയിക്കഴിഞ്ഞാൽ വീണ്ടും അവർക്കറിയാൻ ട്രാപ്പിലോട്ട് പെടുമെന്ന്. സ്റ്റേറ്റ് തന്നെ വിട്ടു പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിട്ടു പോകുന്നുണ്ടെങ്കിൽ അവരെവിടെ പോകും അവിടെ തന്നെ ഞാനും അവരെ പിറകെ കാണും. അതിപ്പോൾ നിയമപരമായിട്ട് പോകണം, അല്ല ഞാൻ വേറൊരു രീതിയിലുള്ള ഭീഷണിയല്ല പറയുന്നത്. നിയമപരമായിട്ട് ഞാൻ അവരെ പിറകെ കാണും. അതിനെല്ലാം കോളേജിലെ ഇപ്പോഴത്തെ ഡീനും അതിന് കൂട്ടു നിൽക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോഴത്തെ ഡീൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു അഴിമതി കാണിച്ചിട്ടിരിക്കുക. ഇപ്പോഴത്തെ ഡീന് 33 വരെ സസ്പെൻഷൻ ഇപ്പോൾ പിൻവലിച്ചു. പുതിയ VC
ഇപ്പോഴത്തെ വി സി എന്ന് പറയുന്നില്ല, ഇപ്പോഴത്തെ അനിൽകുമാർ സാറാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള രാജിവെച്ച് പോയിട്ടുള്ള ഒരു വി സി ഉണ്ട്. അദ്ദേഹമാണ് 31 വരെ സസ്പെൻഷൻ പിൻവലിച്ചിട്ട് ആൾക്കാരെ അകത്ത് കയറ്റിയത്. അവരെ PS പ്രൈവറ്റ് സെക്രട്ടറിയുടെ മോൻ ഉൾപ്പെടെയുള്ള ഇത് സീനിയറായിട്ടുള്ള കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, ക്രിമിനലുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഷീബയുടെ മകൻ വരെ ഉണ്ട്. അത് രക്ഷപ്പെടുത്താൻ വേണ്ടി ലിസ്റ്റ് കൊടുത്തത് ഷീബ എന്ന് പറഞ്ഞത് പഴയ ഇപ്പോൾ രാജിവെച്ച് പോയ വി സി ഉണ്ടായിരുന്നു, ശശീന്ദ്രൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഷീബ. ആ ഷീബ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറും കൂടെ ഈ ഷീബ എന്ന് പറയുന്നത്. ഈ ഷീബയുടെ മകൻ സീനിയർ വിദ്യാർത്ഥിയാണ് അവിടുത്തെ. അവനുകൊണ്ട് ഈ ക്രിമിനലിൻ്റെ ഏറ്റവും ഈ ക്രൂരകൃത്യം ചെയ്തതിൻ്റെ ഒരു കുറ്റവാളിയാണ് സസ്പെൻഷൻ വാങ്ങിയിട്ടുള്ളത്. ആ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഷീബ കൊടുത്തിട്ടുള്ള ലിസ്റ്റായിരുന്നു ഇത്. അതിൽ കൂട്ടുനിന്നത് ഈ ഇപ്പോഴുള്ള പഴയ നാരായണൻ രാജിവെച്ച് പോയിട്ടുള്ള ഡീനുണ്ട്, ആ പോസ്റ്റിലുള്ള ഇപ്പോഴത്തെ ഈ ഡീന് കൂട്ടുനിന്നത്. ആ ഡീനിനെതിരെയും വളരെ ശക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആക്ഷൻ എടുക്കണം, സസ്പെൻഷനോ എന്ത് വേണോ ചെയ്തോ. ആ ഡീനിപ്പം വെറുതെ നല്ല സുഖമായിട്ട് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുക. അത് ആക്ഷൻ എടുക്കേണ്ടത് മൃഗസംരക്ഷണ വകുപ്പായിട്ടുള്ള മന്ത്രിയാണ്. ആ മന്ത്രി ആക്ഷൻ എടുക്കണം. എന്തുകൊണ്ട് അവർ വെറുതെ വിട്ടുകൊണ്ടിരിക്കുന്നു? അവരൊക്കെ സൂചിച്ചിരിക്കുന്നത് എന്തിനാ? ചുമ്മാ വെറുതെ സസ്പെൻഷൻ പിൻവലിക്കുക, അല്ലെങ്കിൽ അവിടെ വെറുതെ ഇരിക്കുക. ഞാൻ വെറുതെ ഇരിക്കില്ല. CBI അന്വേഷണത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ രണ്ടാമത് ഇത് വിവാദമായി, മുഖ്യമന്ത്രിയുടെ ഒരു ഉറപ്പ് വിവാദമായതോടെ പോലീസ് ആസ്ഥാനത്തു നിന്ന് CBIയുടെ ഡൽഹി യൂണിറ്റിലേക്ക് പോകേണ്ട ഒരു ഇത് പോയത് കൊച്ചിയിലേക്കാണ്. യാതൊരു ബന്ധവുമില്ലാത്ത, ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കൊച്ചിയിലേക്കാണ്. അപ്പോൾ അതൊരു പ്രൊഫോമ പോലും അതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 3 വനിതാ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തവർ തൽക്കാലം തടിയൂരിയിരിക്കുകയാണ്. അത് യാദൃച്ഛികമാണോ? ഒരിക്കലും യാദൃച്ഛികമല്ല. അത് കരുതിക്കൂട്ടിയിട്ടുള്ള കാര്യമോ? അതെന്തുകൊണ്ടാണെന്ന് അറിയാം. നമ്മളിപ്പം ഇവിടെ പോയിട്ട് ഉദാഹരണത്തിന് നമ്മളൊരു മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങി, അയ്യോ ഈ സാധനം മാറിപ്പോയി, അത് അവിടെ നിന്ന് അപ്പുറത്തെ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങേണ്ടത്, ഇത് ക്വാളിറ്റി ഇത് വേറെയാണ്. അങ്ങനത്തെ ഒരു കാര്യമല്ലല്ലോ ഇത് മനഃപൂർവ്വം ചെയ്തുള്ള വേലയല്ലേ. അത് CBI എന്ന ഇത്രയും സെൻസേഷനായിട്ടുള്ള കേസ് അവർക്ക് എവിടെയാണ് അയക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തവരല്ല ഇവിടെ ഉള്ളത്. അത് അവർക്ക് മാറിപ്പോയി, അല്ലെങ്കിൽ മാറിപ്പോയവരുടെ പേരിൽ ഒരു 3 സസ്പെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ ആരെ കണ്ണിലാണ് പൊടിയിടുന്നത്? അത് ചെറിയൊരു കേസല്ലല്ലോ. അല്ലെങ്കിൽ ഈ ലോക്കൽ പോലീസിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരാളിനെ മാറിക്കൊണ്ടുപോയി അങ്ങനത്തെ ഒരു കേസല്ലല്ലോ ഇത്. വളരെ വിവാദമായിട്ടുള്ള, വളരെ സെൻസേഷണലായിട്ടുള്ളത്, അത്രയും കൈകാര്യം ചെയ്യേണ്ടത് വളരെ സൂക്ഷിച്ചുള്ള കേസ്. ഇവർക്ക് ഇവിടെ ഡൽഹിയിൽ അയക്കേണ്ട സാധനം കൊച്ചിയിൽ അയക്കേണ്ട ഡൽഹിയിൽ പോയി എന്ന് പറഞ്ഞിട്ട് 1 പറഞ്ഞുകൂടാത്ത 3 പേരെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആരുടെടുത്താണ് ഇവർ പറഞ്ഞ് പറ്റിക്കുന്നത്? അത് കേരളത്തിൽ പറഞ്ഞു പറ്റിക്കായിരിക്കും. കാരണം കേരളത്തിൽ കുറച്ച് സാക്ഷരത കൂടിപ്പോയതുകൊണ്ട് എല്ലാവരും വിവരമില്ലാത്തവന്മാരായിപ്പോയി. എല്ലാവരും എന്ന് പറയുന്നതല്ല, ഞാൻ അങ്ങനെ ജനങ്ങളെ കുറ്റം പറയില്ല, എന്നോട് ക്ഷമിക്കണം. അങ്ങനെയല്ല, ഇവരെ കൂടെ ഉള്ള കമ്മികളും മറ്റേ ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാർ എല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കും, ബാക്കിയുള്ളവരൊന്നും വിശ്വസിക്കില്ല. ഈ ഒരു ചെറിയ അല്പ കോമൺ സെൻസിന് വിചാരിച്ചാൽ മതിയല്ലോ. ഈ പേപ്പർ അങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ 3 പേരല്ലല്ലോ, ഈ അവസാനം വന്നിട്ടുള്ള ലിസ്റ്റുള്ള ഇവരെ 3 പേരല്ലല്ലോ ഇതിൽ പ്രതി ചേർക്കേണ്ടത്. ആഭ്യന്തര സെക്രട്ടറി നിന്ന് തുടങ്ങണമല്ലോ. ആഭ്യന്തര സെക്രട്ടറി അല്ലേ മുതിർന്ന ആൾ. ആഭ്യന്തര സെക്രട്ടറി തിരക്കണം. ഇത്രയും ദിവസമായിട്ടുള്ള സാധനം 10-17 ദിവസമായി അവരെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുന്നു, തിരക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പേപ്പർ എന്തുകൊണ്ട് അയച്ചില്ല? അത് തിരക്കണമല്ലോ. ആഭ്യന്തര സെക്രട്ടറി തിരക്കണം. അപ്പോൾ താഴെയുള്ളവർ പറയും, അയ്യോ അത് ആയിട്ടില്ല, റെഡി ആയിട്ടില്ല, എന്തുകൊണ്ട് ഇപ്പോൾ റെഡിയാക്കാം. ആഭ്യന്തര സെക്രട്ടറി തിരക്കിയില്ലെങ്കിൽ ആഭ്യന്തര മന്ത്രി തിരക്കണം. ആഭ്യന്തര മന്ത്രി ചോദിക്കണം, ആ സാധനം വന്നിട്ടില്ല, ഇത്രയും പ്രശ്നമായിട്ടുള്ള, ഞാൻ പോയിട്ടുള്ളത് ആഭ്യന്തര മന്ത്രിയുടെ അടുത്താണ് പോയിട്ടുള്ളത്. ആഭ്യന്തര മന്ത്രി ചോദിക്കണം, ഈ ഇത്രയും പ്രശ്നമായിട്ട് എല്ലാ ദിവസവും വാർത്ത വരുന്നു, CBIയുടെ അടുത്ത് പേപ്പർ പോയിട്ടുണ്ടോ, എന്തുകൊണ്ട് പോയിട്ടില്ല, എവിടെ പോയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രിക്ക് ഉണ്ടല്ലോ ഒരു 150 ഉപദേശകർ, അവർ ചോദിക്കണമല്ലോ. ആഭ്യന്തര മന്ത്രി തിരക്കിയില്ലെങ്കിൽ എന്തിനാണ് 150 ഉപദേശകർ? ഞാനും നിങ്ങളും എല്ലാവരും കൂടെ നികുതി കൊടുത്തല്ലേ ഈ യവന്മാരെല്ലാം തീറ്റി പോറ്റുന്നത്. അല്ലെങ്കിൽ ഉപദേശകർ രാവിലെ വന്നിട്ട് വീട്ടിൽ പോവേണ്ട ഉപദേശകരാണ് കിടക്കുന്നത്. ഉപദേശകർ എന്തിനു വീട്ടിൽ കിടക്കുന്നത്? 2 വർഷം കഴിഞ്ഞിട്ട് പെൻഷൻ വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കിടക്കുന്നത്. അവർ ചോദിക്കണം, അല്ലെ അവർ ഇൻഫോം ചെയ്യണം ആഭ്യന്തര മന്ത്രിയുടെ അടുത്ത്, ആ മന്ത്രി ഇതാണ് കാര്യം, ഈ പേപ്പർ ഇതുവരെയ്ക്കും വന്നിട്ടില്ല, എല്ലാ ദിവസവും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളെന്ത് ചെയ്യണം? അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഇത് മുകളിലോട്ട് വരരുത്, ഈ പേപ്പർ മുകളിലോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് ആഭ്യന്തര മന്ത്രിയുടെ ഓഫീസിനകത്ത് തന്നെയാണ് അടക്കി വെച്ചത്, അല്ല വേറെ ആരുമല്ല. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അടക്കി വെച്ചു. ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ പ്രതിച്ഛായ പോവും. അല്ലാതെ പാവപ്പെട്ട ഈ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ട് തടി ഊരാന്ന് അവർ വിചാരിക്കുമായിരിക്കും. ബാക്കിയുള്ള അരിയാഹാരം കഴിക്കുന്ന കേരളീയർ വിശ്വസിക്കില്ല. മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് ഉറപ്പ് തന്നിരുന്നു. ഇപ്പോൾ CBI എന്തായാലും അന്വേഷണം ഏറ്റെടുത്തിട്ടുമില്ല. അപ്പോൾ CBI ഇനി ഒരു പക്ഷേ അന്വേഷണം ഏറ്റെടുക്കാൻ എന്നതിലൊരു വിമുഖത കാട്ടിയാൽ എന്തായിരിക്കും താങ്കളുടെ അടുത്ത നടപടി?
നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് നമുക്ക് ഇപ്പോൾ കോടതിയിൽ പോകാം, നമ്മൾ വിശ്വസിക്കുന്ന കോടതിയാണ്. അപ്പോൾ ചിലപ്പോൾ കോടതിയിൽ പോകുമായിരിക്കും. ഏതായാലും അവർ 100% തെളിവുകളെല്ലാം ഈ സയൻറ്റിഫിക്കായിട്ടും ഉള്ളതും ഡിജിറ്റലായിട്ടുള്ളതും അല്ലെങ്കിൽ ഫോറൻസിക് ആയിട്ടുള്ളതും കാര്യങ്ങൾ ഏകദേശം അവർ നശിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ CBI അന്വേഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ, ഞാൻ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പ്രാർത്ഥന അതാണ്. ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്കൊരു വലിയൊരു വെല്ലുവിളിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. എല്ലാ തെളിവുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മൾ കോടതിയിൽ ആ രീതിയിലോട്ട് അങ്ങ് പോകും. കോടതി നമുക്കുണ്ടല്ലോ ഏറ്റവും അവസരം. നമ്മൾ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിശ്വസിക്കുന്നത് പറഞ്ഞാൽ കോടതിയാണ്. അങ്ങനെ ഇപ്പോൾ നാട്ടുകാർ നമ്മൾ എല്ലാ നാട്ടുകാരും അങ്ങനെ വിശ്വസിക്കുന്നത്. ദൈവത്തിന് നമ്മൾ കൈയെടുക്കും. ദൈവം കൈ വിട്ട് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഭരണത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ 2 ചവിട്ട് കൂടുതൽ കിട്ടും. അതുകൊണ്ട് നമ്മൾ പോകുന്നത് കോടതിയിൽ നമുക്കൊരു ന്യായം കിട്ടും എന്നുള്ള ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടി വന്നാൽ പറയണ ഇപ്പം അധിക പ്രസംഗമാണ് ഞാൻ പറയരുത്. ചിലപ്പോൾ ഈ കേസ് CBIയുടെ കയ്യിൽ തന്നെ നിന്നില്ല, ചിലപ്പം അവിടെ തന്നെ നിന്നില്ല, വേണമെങ്കിലും NIA വരെ പോവാം എന്ന് വരെ ഞാൻ ഇപ്പം എനിക്ക് സംശയമുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വളരെ വിദഗ്ധമായി വളരെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു കൊലപാതകം എക്സിക്യൂട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിന് അത്രയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഈ മാവോയിസ്റ്റുകൾ, ഈ SFIക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട മാവോയിസ്റ്റുകൾ ഇടുക്കിയിലും ഈ വയനാടുകളിലും ഉണ്ടെന്നുള്ളത് പണ്ട് മുതലേ പറയുന്നുണ്ട്. മാവോയിസ്റ്റുകൾ ഉണ്ടെന്ന് അതിന് വളരെ വ്യക്തമാണ്. ഈ ഒരു കൊലപാതകം എക്സിക്യൂട്ട് ഒന്നുകിൽ അവരൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാവണം ഇത്. അവർ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാകണം ഇത്. അവർ ചെയ്ത് നോക്കി ഇത് സക്സസ് ആവുമോ ഇല്ലേ. SFIയുടെ തീവ്രവാദി സംഘടന ചെയ്ത് നോക്കി, മാവോയിസ്റ്റ് സംഘടന എക്സിക്യൂട്ടീവ് സാധനം അവർ ചെയ്ത് നോക്കിയ ഒരു പരീക്ഷണ വസ്തുവായി എൻ്റെ മകൻ. ചിലപ്പോൾ ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ആകാം ഇത് NIA തലത്തിലോട്ട് പോകാം എന്ന് ഞാൻ പറയുന്നു. ഇതുവരയ്ക്കും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പാഴായി പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമായിട്ട് എനിക്ക് തെളിവ് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. തെളിവ് കിട്ടാതെ ഞാൻ ഒരൊറ്റ ആരോപണം പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അങ്ങോട്ടും പോവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അപ്പോൾ ഈ അക്ഷയ് എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ സഹപാഠിയാണ്. താങ്കളുടെ വീട്ടിലൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളാണ്. അയാളെ MMN സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ആരോപണം കേട്ടിരുന്നു. എന്താണ് ഒരു സാധാരണ ഒരു SFI നേതാവിനെ MMN പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ? ഇല്ല, അക്ഷയ് എന്ന് പറഞ്ഞാൽ വെറും ഒരു SFI മുതിർന്ന നേതാവല്ല. അക്ഷയ് ആദ്യം ഇപ്പോൾ അക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മകൻ്റെ 1ാം വർഷം മുതലുള്ള ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. അവൻ്റെ അക്ഷയുടെ അമ്മയെ ഏറ്റവും വിശ്വസിച്ച ഒരു കൂട്ടുകാരൻ, അവൻ്റെ മകനെപ്പോലെ, സ്വന്തം മകനെപ്പോലെ കണക്കാക്കിയ ഒരു ആളായിരുന്നു ഈ അക്ഷയ് എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനലി. പക്ഷേ മനസ്സിലാക്കാൻ പറ്റാതെ പോയി. എനിക്കും എൻ്റെ സിദ്ധാർത്ഥൻ്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ സിദ്ധാർത്ഥനും മനസ്സിലാക്കാൻ പറ്റാതെ പോയി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയർ മുതൽ SFIക്ക് ചേർന്നാലേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന സിറ്റുവേഷൻ ഒന്ന് വന്നപ്പോൾ ഇവരെല്ലാവരും ബാക്കിയുള്ളവരെ SFI ചേർന്നു. എൻ്റെ മകൻ ചേർന്നില്ല, നിർബന്ധിച്ച് ചേർന്നില്ല. അക്ഷയ് ചേരാൻ ഉള്ള കാര്യം അതാണ് അക്ഷയയിലോട്ട് വരാമെന്ന് പറഞ്ഞത്. ചേരാമെന്നുള്ള അക്ഷയയുടെ കുടുംബം പണ്ട് മുതലേ വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അക്ഷയയുടെ അച്ഛൻ ഒരു പ്ലാന്ററുമാണ്. വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അക്ഷയയുടെ അച്ഛൻ ഒരു റിട്ടയർഡ് അധ്യാപകനുമാണ്. MM മണി ഒരു കുടുംബ സുഹൃത്താണ്, കുടുംബ ബന്ധമുണ്ട്. അവിടെ ആ ഇടുക്കി ജില്ലയിൽ വലിയ പണ്ട് മുതലേ ഇപ്പോഴും മുതലേ അല്ല. അതിലൊരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംരക്ഷണം ചെയ്താലും ഇല്ലെങ്കിലും അതിനുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു തെളിവുണ്ട്. ഇവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയുകയാണെങ്കിൽ അക്ഷയ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അക്ഷയുടെ പ്രായം 15 ആ സമയത്ത് അക്ഷയ്ക്ക് പ്രായം കൂടുതലുണ്ട്. ഏകദേശം 17 വയസ്സിൽ അടുപ്പിച്ചുണ്ട്. അക്ഷയ് ഒരു പോക്സോ കേസിൽ അവിടെ പ്രതിയായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് കേസിൽ ആയിട്ടില്ല, അതുകൊണ്ട് പ്രതിയായെന്ന് പറയാൻ പറ്റില്ല. പോലീസ് കേസിൽ ആവാതെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുള്ളത് ഈ MM മണിയാണ്. അക്ഷയ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം വളരെ നാളൊന്നും ആയിട്ടില്ല. അക്ഷയ്ക്ക് ഒരു 10-17 വയസ്സായിട്ടുള്ള ആ സമയത്ത്, 15 വയസ്സല്ല, അതാണ് ഞാൻ പറഞ്ഞത്, 15 വയസ്സായിട്ടുള്ള സമയമല്ല. അതിൽ പോക്സോ കേസിൽ പ്രതിയാവാതെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ഈ MM മണിയാണ്. അക്ഷയുടെ ഈ കൊച്ചിൻ്റെ അച്ഛൻ വന്നിട്ട് അവിടെ ഭയങ്കര പ്രശ്നം നടത്തി, ഭയങ്കര വഴക്ക് നടത്തി. ആ ഏരിയയിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചോ. അവിടുത്തെ ആ അച്ഛനെ വന്ന് ഭയങ്കര ബഹളമുണ്ടാക്കി. അച്ഛൻ അവരെ കുടുംബബന്ധമല്ല, അതുകൊണ്ട്. പക്ഷേ ഒതുക്കി തീർത്തത് ഈ MM മണിയാണ്. പോക്സോ പ്രതിയായിട്ട് ആവാതെ പോലീസിൻ്റെ അതിന് രക്ഷപ്പെടുത്തി. അത് 1ാമത്തെ കേസ്. 2ാമത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അറിയാമെന്നുണ്ടെങ്കിൽ അക്ഷയുടെ അമ്മയുടെ സഹോദരൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയായിരുന്നു. ഒരു 10-20 വർഷം മുമ്പുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പറയാം ഈ 10-20 വർഷം മുമ്പുള്ള കാര്യം എൻ്റെ മകൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. എന്നാൽ ഞാൻ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് പറയുക. അക്ഷയുടെ അമ്മയുടെ സഹോദരൻ സഹോദരൻ്റെ മകനെ തന്നെ കൊന്നിട്ട് ജയിലിൽ പോയി. സ്വന്തം മകനെ കൊന്നിട്ട് ജയിലിൽ പോയി. വളരെ കൊച്ചിലുള്ള മകനാണ്, വളരെ ചെറിയ പ്രായത്തിലുള്ള കൊച്ചിനാണ്. അവരെ കുടുംബ വഴക്കിന് അക്ഷയുടെ അമ്മയുടെ സഹോദരൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയായിരുന്നു.
10-20 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയായിരുന്നു. അവരുടെ കുടുംബ വഴക്കിൽ ഈ സഹോദരൻ അയാളുടെ തന്നെ മകനെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് അയാൾ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് വ്യക്തമായ തെളിവുണ്ട്. ഇത് കള്ളമല്ല, ഇതിപ്പോൾ മറ്റേത് ആരോപണം എന്ന് പറയാം. ഇത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ 10-20 വർഷം മുമ്പുള്ള കാര്യമാണ്. സ്റ്റേഷൻ സാധാരണ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു. ആ ജോലിയാണ് അയാളുടെ ഭാര്യ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ റിട്ടയർഡ് ആയോ എന്നറിയില്ല. ആ ജോലി അയാളുടെ ഭാര്യയ്ക്ക് കിട്ടി. അപ്പോൾ ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അറിയണം. അക്ഷയയുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അറിയണം, കുടുംബത്തിൻ്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്. അത് നിങ്ങൾ അറിഞ്ഞാലേ പറ്റുള്ളൂ. അന്ന് അത് അക്ഷയെക്കുറിച്ചുള്ള അറിയാൻ പറ്റുള്ളൂ. അന്ന് മുതൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം. എന്ത് തോന്നിയാസം കാണിച്ചാലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇയാൾ ബാക്കിലുണ്ട്. എന്തിനാ അയാൾ ബാക്കിൽ നടക്കണം? ഇയാൾക്കുള്ള കാര്യം നോക്കി പോയാൽ പോരെ. ഇതിപ്പോൾ അല്ലെങ്കിൽ കുറച്ച് പ്രതിച്ഛായ കിട്ടുമായിരുന്നല്ലോ. നീ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ശിക്ഷ അനുഭവിച്ചോ എന്ന് പറഞ്ഞാൽ വിട്ടാൽ മതിയായിരുന്നല്ലോ. എന്തിനാ ഈ ചിറകിൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെ എല്ലാവരുടെ ബാക്ക്ഗ്രൗണ്ടും എനിക്കറിയാം, ഓരോ നാട്ടിൽ എല്ലാവരുടെ അറിയാം. പക്ഷേ ഞാനിപ്പോൾ സിൻജോ ജോൺസിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. സിൻജോ ജോൺസിനെ കുറിച്ച് അറിയാം. അവനൊരു ക്രിമിനൽ മൈൻഡ് ഉണ്ടെന്നറിയാം. ക്രിമിനൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനെന്തോ അവൻ്റെ അപ്പൂപ്പൻ അങ്ങോട്ട് പണ്ട് പോലെ കാളക്കച്ചവടോ കാളേര വരി ഉടപ്പൊന്നോ കാര്യം അങ്ങനെയൊക്കെയാണ് ജോലി എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ പറയുക. അതുകൊണ്ട് ആ ഒരു ക്രിമിനൽ മൈൻഡ് അവൻ്റെ മനസ്സിലുണ്ട്, അത് അവൻ്റെ കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഞാൻ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അല്ലെങ്കിൽ എന്നെ തിരുത്തി തരിക. ഒന്നാം പ്രതിയായ സിൻജോ ജോൺസന്റെ പിതാവ് ഏലാംകോട്ട ജോർജ് കാളയുടെ വരിയുടയ്ക്കൽ തൊഴിൽ ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നാണ് ഞങ്ങളുടെ ഓഫീസിലേക്ക് നിരവധി കോളുകൾ എത്തിയത്. ഇത് ഞങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഇത് വ്യക്തമായിട്ടുള്ളത് തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം നാട്ടുകാർ പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഏലാംകോട്ട ജോർജ് കാളയെ മയക്കാതെ അതിൻ്റെ വൃക്ഷണം തകർക്കുന്ന ഒരു ജോലിയാണല്ലോ ഈ വരിയുടയ്ക്കൽ എന്ന് പറയുന്നു. അതുപോലും ആസ്വദിച്ചിരുന്ന ഒരാളാണ് എന്നാണ് നാട്ടുകാർ തന്നെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനക്കെട്ടി ഈ ചെറുമകനും കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞിട്ടല്ല അദ്ദേഹം ഈ വിവരം അറിയുന്നത്. എനിക്ക് കിട്ടിയ വിവരമാണ്, എനിക്ക് മുമ്പേ കിട്ടിയ വിവരമാണ്. എനിക്ക് ആരും വേറെ എടുത്തുനിന്ന് ഒരു ചാനലിൽ നിന്ന് എനിക്കൊരു വിവരം കിട്ടിയിട്ടില്ല. ഞാൻ അന്വേഷിച്ചു, ആ കിട്ടിയ വിവരം ഞാൻ ചാനലിലോട്ട് തരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ വേറെ ഒരു ചാനലിൽ നിന്നോ ഒരു പത്രത്തിൽ നിന്നോ ഒരു വിവരവും ഞാൻ ശേഖരിക്കില്ല. ഞാൻ അതൊരു എവിഡൻസ് ആയിട്ട് കൊണ്ടു നടക്കുകയില്ല. എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറയുന്നു. അപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഇതൊരു കാര്യം വളരെ കറക്റ്റാണ്. എനിക്ക് കിട്ടിയ വിവരം താങ്കൾ പറഞ്ഞത് ഇപ്പോൾ വളരെ കറക്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള വിവരം. ആ ക്രിമിനൽ മൈൻഡ് എന്താണ് ജനുസിൻ്റെ ഗുണമെന്ന് പറയില്ലേ, ആ ക്രിമിനൽ മൈൻഡ് തന്നെയാണ്. അത് തന്നെയാണ് സിൻജോ ജോൺസൺ ചെയ്തത്. അവൻ്റെ കുരവള്ളി ചവിട്ടി പൊട്ടിച്ചത്, ഇടിച്ച് പൊട്ടിച്ചതും സിൻജോ ജോൺസൺ ഒന്നാം പ്രതി. അപ്പോൾ അവന് ആ ക്രിമിനൽ മൈൻഡുണ്ട്. അവൻ്റെ അപ്പൂപ്പൻ ചെയ്തിട്ടുള്ള ആ വൃഷണം തട്ടി ഓടിക്കേണ്ടത് മയക്കാതെ ചെയ്തിട്ടുള്ള അതേ ക്രിമിനൽ മൈൻഡ് അവനെയുണ്ട്. ഇവരെ ജീവിക്കാൻ അനുവദിക്കരുത്. കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വധശിക്ഷയെ കുറഞ്ഞിട്ടുള്ള ഒരൊറ്റ കോംപ്രമൈസുള്ള കേസിന് ഞാൻ തയ്യാറല്ല. ഞാൻ അങ്ങനെ തന്നെ പോകും. ഇവരൊക്കെ 20 വർഷം ജയിലിൽ ശിക്ഷിച്ചു കഴിഞ്ഞാലും ഞാൻ തയ്യാറാവില്ല, കോംപ്രമൈസിന് പോകില്ല. ഞാൻ ഉയർന്ന കോടതിയിലോട്ട് പോകും. വധശിക്ഷ തന്നെ കിട്ടണം ഈ വലിയ മെയിൻ ക്രിമിനലിന്. മറുഭാഗത്തുള്ളത് ഉന്നതരാണ്. അപ്പോൾ എപ്പോഴെങ്കിലും താങ്കൾക്ക് ആരുടെയെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ കേസിൽ നിന്ന് പിൻവലിയാനോ പിന്മാറാനോ? ഇല്ല, ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. കാരണം അതിനുള്ള സമയം അവരായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് ജനങ്ങളിപ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അവർ വരാത്തത്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നു അവർ തനി സ്വഭാവം ഇറക്കും. കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് SFI എന്നുള്ളത് അവർ ക്രിമിനൽ നക്സൽ സംഘമാണ്, അവർ വരും. പിന്നെ ഈ അവരുടെ മാതൃസംഘടനയുള്ള CPM-ൻ്റെത് അവരെന്ന് പറയുമ്പോൾ കേട്ടിട്ടില്ലേ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അടിച്ച് തകർക്കണവരാ. അതുപോലെ 5 നമ്പർ ഞാനായിരിക്കും, അല്ല 4 നമ്പർ ഞാനായിരിക്കും. എനിക്കതിലൊന്നും യാതൊരു പേടിയില്ല. അത് മാത്രമല്ല, ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ പലതവണയായിട്ട് ഈ വയനാട് പൂക്കോട് ഹോസ്റ്റലിൽ, അതായത് സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ മാസത്തിലൊരിക്കലെങ്കിലും വന്നു പോകുന്ന ആളാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. അദ്ദേഹം അറിയാതെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നും താങ്കൾ പറഞ്ഞതായി അറിയുന്നു. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അല്ല, താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ഒരു കാര്യം തെറ്റാണ്. മാസത്തിൽ ഒരു തവണയെങ്കിലും വന്നു പോകുന്നു. മാസത്തിൽ ഒരു തവണയല്ല, മാസത്തിൽ പല തവണ വന്നിട്ട് പോകുന്നുണ്ട്. മാസത്തിൽ ഒരു തവണയല്ല, മാസത്തിൽ പല തവണ ആ കോളേജിൽ വന്നു പോകുന്നുണ്ട്. അത് അവിടെ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പോർട്സ് കാണും, ആർട്സോ അല്ലെങ്കിൽ അതിൻ്റെ കൾച്ചറൽ പ്രോഗ്രാമോ എന്തെങ്കിലും കാണുമായിരിക്കും. അത് എൻ്റെ മകൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം അവിടുത്തെ യൂണിയനിലെ ആ നക്സലിൻ്റെ റൂമിൽ, അവിടെ യൂണിയൻ ചെയർമാനായിട്ടുള്ള ആ മാവോയിസ്റ്റ് നക്സലിൻ്റെ റൂമിൽ അവൻ താമസിക്കുന്നു. അവിടെ താമസിച്ചിട്ട് 2-3 ദിവസം താമസിച്ചാണ് പോകുന്നത്. എല്ലാ മാസവും വരുന്നുണ്ട്, ചിലപ്പോൾ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്. അവിടെ വന്ന് താമസിച്ചാണ് പോകുന്നത്. രാവിലെ വന്നിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോകുന്നതല്ല. എൻ്റെ മകൻ 8 മാസം വരെ രാവിലെയും വൈകുന്നേരവും പോയിട്ട് അവരെ മുമ്പ് പോയിട്ട് കുമ്പിട്ട് സൈൻ ചെയ്ത് ഒരു വസ്ത്രം പോലും ഇല്ലാതെ സൈൻ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കാര്യം മാത്രമേ ഞാൻ അറിയാതെ പോയിട്ടുള്ളൂ.
ആ രാവിലെ പോയി സൈൻ ചെയ്യണം 8 മാസം വരെ, വൈകുന്നേരം പോയി സൈൻ ചെയ്യണം. അത് ഒരു ആഴ്ചയിലൊരിക്കലല്ല, മാസത്തിലൊരിക്കലുമല്ല, എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം. അതാണ് സങ്കടം. ആ സമയത്ത് ഈ ആർഷോ എന്ന് പറഞ്ഞ ചേട്ടൻ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെങ്ങനെ സമ്മതിക്കും? ഒരൊറ്റ യൂണിയനില്ലേ അവിടെ ഉള്ളൂ, അവരെ യൂണിയൻ മാത്രമല്ലേ അവിടെ ഉള്ളൂ. എല്ലാ ദിവസവും എൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആർഷോ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ട്, അവിടെ വരുന്നുണ്ട്. ആർഷോയ്ക്ക് ഇതേക്കുറിച്ച് അറിവുണ്ട് എന്ന് താങ്കൾ ധരിക്കുന്നുണ്ടോ? ധരിക്കുന്നുണ്ടെന്നല്ല, പൂർണ്ണമായിട്ടും എനിക്കറിയാം. ആർഷോ തന്നെയാണ് ഈ 8 മാസവും തുണിയില്ലാതെ ഒരു മനുഷ്യനെ 1 മണിക്കൂർ 2 മണിക്കൂർ രാവിലെ നിർത്തിക്കുന്നു, വൈകുന്നേരം നിർത്തിക്കുന്നു, സൈൻ ചെയ്തിട്ട് പോകാൻ പറയുന്നു. അത് എല്ലാ ദിവസവും രണ്ട് വധശ്രമം ഉൾപ്പെടെ 42ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഈ ആർഷോ എന്നുള്ള കാര്യം താങ്കൾക്കറിയാമോ? അത് പുറത്ത് വന്നിട്ടുള്ള കേസ് മാത്രമല്ലേ, അത് ഇത്രയും നിർബന്ധിച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇത്രയും കേസ് എടുത്തുകൊണ്ട് മാത്രം പുറത്ത് വന്നിട്ടുള്ളതാണ്. വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും പരിശോധിച്ചാൽ 2 ആണോ 40 ആണോ എന്ന് വീണ്ടും അറിയാം. ഇപ്പോൾ പത്രത്തിൽ വന്ന കാര്യങ്ങളല്ലേ 2ഉം 40 അറിയുന്നുള്ളൂ. വീണ്ടും നട്ടലുള്ള ഒരു പോലീസ് നിവർന്നിരുന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ 40 ആണോ 400 ആണോ, ഈ 2 20 ആണോ 2000 ആണോ എന്ന് പിന്നെ അറിയാം. ഏതായാലും ക്രിമിനലാണ് എനിക്കറിയാം. എനിക്ക് അതിനോട് താല്പര്യമില്ല. ആ ഒരു കേസിൽ അവൻ എന്ത് വേണോ ആയിക്കോട്ടെ, അവൻ എത്ര കേസ് വേണോ കൊണ്ട്, അവൻ ആരെ വേണോ കൊന്നോട്ട്, ഞാൻ ആ കേസിലോട്ട് പോകുന്നില്ല. എൻ്റെ മകനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവനെ ഇത്രയും ഇത്രയും റാഗ് ചെയ്ത് പീഡിപ്പിക്കാൻ 8 മാസം കൂട്ടുനിന്നതും ഇവൻ തന്നെയാണ്. ഈ അവസാനം ഏത് രീതിയിൽ കൊല്ലണം, ഇൻറ്റേർണൽ ഓർഗനിൽ അവന് ബ്ലീഡിങ് ഉണ്ടാക്കിയിട്ട് ഒരു പരിക്ക് പോലും ഓത്തുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് കൊന്നത് ഇവൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്. അവർക്ക് പറ്റിയ ഒരബദ്ധം പറ്റിപ്പോയി, അവസാനം അവൻ്റെ ബാക്കിൽ തലയ്ക്ക് അടിച്ചപ്പോൾ പൊട്ടിപ്പോയി, അതിൽ ബ്ലഡ് വന്നു. അത് മാത്രം അവർക്ക് പറ്റിയ ഒരു ചെറിയ മിസ്റ്റേക്കായി. ഇത് ദൈവത്തിൻ്റെ ഒരു അടയാളം എന്ന് നമുക്കതിനെ വിശ്വസിക്കാം. അതെ, ദൈവത്തിൻ്റെ അടയാളം എന്ന് വിശ്വസിപ്പിക്കുക. അതിലാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചെങ്കിലും സംശയം വന്ന് തുടങ്ങിയത്. അവർക്ക് ഒരു ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെ അത് കണ്ടുപിടിച്ചത് അതാണ്. അത് കഴിഞ്ഞാൽ ദേഹത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഞെട്ടിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ആരും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. വെട്ടും കുത്തും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. എനിക്കറിയാവുന്ന സുഹൃത്തുക്കൾ, എനിക്കറിയാവുന്ന ഡോക്ടർ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. കുട്ടികളായിട്ടുള്ളവരുണ്ട്, വളരെ മുതിർന്നവരുണ്ട്, വളരെ സീനിയറായിട്ടുള്ളവരുണ്ട്. അവർ തന്നെ പറയുകയാണ്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, IPS എടുത്തിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെന്ന് പറയാനില്ല, ഞാൻ ചെന്ന് കണ്ടവരാ. അവർ പറഞ്ഞു ഇതുപോലെ ഞെട്ടിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവരുടെ ജീവിതത്തിൽ വളരെ റെയറായിട്ടേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ഈ നേതാവ് മാവോയിസ്റ്റിൻ്റെയും ആ നക്സലിൻ്റെയും അവർക്ക് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുതിർന്ന നേതാവ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കത് പറയാനായിട്ടുള്ളത്, എനിക്ക് പേടിയില്ല. ചിലപ്പം പിടിച്ചുകൊണ്ട് പോകണം, പോലീസിന് പേടിയാണ്, മോനെ ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ കൊണ്ട് ജീപ്പ് കൊണ്ട് കയറ്റട്ടെ എന്ന് അവർ പറഞ്ഞു കാണും. പക്ഷേ എനിക്ക് പേടിയില്ല. വളരെ സന്തോഷത്തോടും സമാധാനത്തോടു കൂടി ജീവിച്ചു വന്ന ഒരു കുടുംബമാണ് താങ്കളുടേത്. സിദ്ധാർത്ഥൻ എന്ന മകനിലായിരുന്നു താങ്കളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ പ്രതീക്ഷ. താങ്കൾ ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു, അതാണ് ഉപജീവന മാർഗവും. ഇനി എന്താണ് മുന്നോട്ടുള്ള ഒരു ഭാവിയിലേക്ക് നോക്കുമ്പോൾ? ഞാൻ ഭാവിയിലോട്ട് നോക്കിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മകനെ തന്നെയാണ് നോക്കിയിരുന്നത്. അവനൊരു 3-4 വർഷം കൂടെ കഴിഞ്ഞ് ജോലി കഴിയുമല്ലോ, പഠിത്തം കഴിയുമല്ലോ. അത് കഴിഞ്ഞാൽ എനിക്കിങ്ങോട്ട് വരാം. കുറേ ആളായല്ലോ വെളിപ്പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നിന്നത്. മാത്രമല്ല, ഈ ഒരു വീട് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ഇവിടെ താമസിക്കുന്നത് ഇവിടെയാണല്ലേ അതെ, ഇവിടെയാണ് ജനിച്ചു വളർന്നതും എല്ലാം. 5-6 ക്ലാസ് ഇപ്പം പുതിയ വീട്ടിലോട്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ടൊരു വീട് വെച്ചങ്ങ് പോയി. പക്ഷേ എന്നാലും അവൻ പറഞ്ഞ് ഈ സ്ഥലത്ത് അവന് ഒരു വീട് വയ്ക്കണം. അവന് ഈ പഴയ വീട് നമ്മൾ പണ്ട് പോലെ ജനിച്ച് വളർന്നതല്ലേ, അച്ഛനും ജനിച്ച് വളർന്നതല്ല, ഞാനും ജനിച്ച് വളർന്നത്, അപ്പനും ജനിച്ച് വളർന്നതിൻ്റെ ഞാനിവിടെ നമ്മൾ പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും ചെറിയൊരു വീട് വയ്ക്കണം. അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൻ പറഞ്ഞ് വലിയ വീടൊന്നും വേണ്ട, ചെറിയ ഒരു മുറി അല്ലെങ്കിൽ 2 മുറി, അച്ഛനും അമ്മയ്ക്കും ഒരു മുറി, എനിക്കും ഒരു മുറി, അനിയൻ താഴെ കൊടുക്കാം, നമുക്ക് ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ തന്നെ താമസിക്കണമെന്ന്. അതുകൊണ്ട് ജോലിയുടെ കാര്യം നോക്കണം. ഇനിയിപ്പം എനിക്ക് പുറത്താണ് ജോലി. ഇനിയിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കിട്ടുമെന്നറിയില്ല. ഞാൻ കമ്പനിയുടെ കുറ്റമല്ല, നമുക്കൊരു 15 ദിവസം ലീവ് തന്നെ മാക്സിമം തരുള്ളൂ, എമർജൻസി ആണെങ്കിലും. ഇനി പോയിട്ട് വേറെ ജോലി കണ്ടുപിടിക്കണം. അപ്പോൾ അത് തന്നെയാണ് ഭാവിയിലുള്ളത്. എന്തായാലും അടുത്തിനി സമര നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. കാരണം എന്ത് വന്നു കഴിഞ്ഞാലും ഈ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാതെ താങ്കൾ എന്തായാലും പിന്നോട്ടില്ല എന്നൊരു തീരുമാനം. അത് ഉറപ്പാണ്. അവർക്കുള്ള ശിക്ഷ മാക്സിമം വാങ്ങിക്കൊടുക്കുക. അതിലുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിക്കുക. എൻ്റെ ഡിമാൻഡ് അംഗീകരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ പറയണത് ജെന്യുവിനാണ്. കാരണം എല്ലാ പെൺകുട്ടികളെ എന്തിനു വെറുതെ വിട്ടു, സൂത്രധാരനായിട്ടുള്ള പെൺകുട്ടിയെ വെറുതെ വിട്ട് ഈ അക്ഷയ എന്തിനാണ് MM വണ്ടിയുടെ ചിറകിനിടയിൽ സൂക്ഷിക്കുന്നത്? പിന്നെ അത് കഴിഞ്ഞിട്ട്
ഡീന് ഏറ്റവും വലിയ കുറ്റം ചെയ്ത ഡീനിനെ എന്തുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു? ഇതെല്ലാം എനിക്കറിയണം. ഇതെല്ലാം പിന്നെ CBI അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇതിനിടയിൽ കളിച്ചു? ആഭ്യന്തര സെക്രട്ടറിയാണെങ്കിൽ കളിച്ചെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിക്കെതിരെ ഒന്നും നടപടി എടുത്തില്ല. ആഭ്യന്തര മന്ത്രിയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര മന്ത്രിക്കുള്ള പങ്ക് ഇതിലൊന്നുണ്ട്. ഇതൊക്കെ എനിക്കറിയണം. അതിന് സമരത്തിലോട്ട് ഇറങ്ങും, ഉറപ്പായിട്ട് ഇറങ്ങും. ഞാൻ ഇന്ന് മുതൽ ഇറങ്ങാൻ വേണ്ടിയിരുന്നതാണ്. പക്ഷേ നിങ്ങളെ കണ്ടു കാണും. ഇന്നലെ എൻ്റെ ഭാര്യ തന്നെ ഇവിടെ തലകറങ്ങി വീണിട്ട് ഇവിടെ ചടങ്ങ് കഴിഞ്ഞപ്പോൾ വളരെ പ്രയാസപ്പെട്ട വീട് വരെ കൊണ്ടുപോയത്. ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ട് അവർക്കും കൂടെ വന്നിട്ട് സമരം ചെയ്യണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനും എൻ്റെ മകനും കൂടെ ഇന്ന് പോകാൻ വേണ്ടിയിരുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ സമരത്തിലോട്ട് തന്നെ പോകും. ഈ കാര്യം ഒരാഴ്ചയ്ക്കകം ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് കാര്യം പോലീസ് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ CBI അന്വേഷണം ആരംഭിച്ചിട്ടില്ല, പോലീസ് അന്വേഷണം നിർത്തിയിട്ടില്ല. പക്ഷേ അവർ നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് ആര് അനുവാദം കൊടുത്തു? എവിടെ നിന്നാണ് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയത് പോലീസ് അന്വേഷണം മതിയാക്കാനായിട്ട്? ഇത്രയും തെളിവുണ്ട്, ഇത്രയും എവിഡൻസ്. ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡുകാരുടെ റിപ്പോർട്ട് കടൽ പോലെ ഫ്രണ്ടിൽ കിടക്കിയവരെ ഇവരൊക്കെയാണ് കുറ്റവാളി, ഇവരെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പോലീസ് പിടിക്കുന്നില്ല. എന്തുകൊണ്ട് പിടിക്കുന്നില്ല? എന്തുകൊണ്ട് പോലീസ് അന്വേഷണം മതിയാക്കി? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ക്ലിപ്പ് ഹൗസിലോട്ട് പോകും, അത് ഉറപ്പാണ്. സിദ്ധാർത്ഥിൻ്റെ അടുത്ത ബന്ധുവും സിദ്ധാർത്ഥിൻ്റെ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരനുമാണ് സൗരവ്. ഞാൻ അവൻ്റെ കസിനാണ്. കസിൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ എൻ്റെ ഒരു അനിയനും എല്ലാം ആണ്. സത്യം പറഞ്ഞാൽ അവനാണ് സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നതും എല്ലാം അവനാണ്. പറയാൻ എനിക്കൊന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം പെട്ടെന്നാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിലമ്പൂർ ക്യാമ്പിൽ നിൽക്കുവാണ്. അപ്പം അങ്ങനെ പെട്ടെന്ന് വിളിക്കുവാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വിളിക്കാറൊന്നുമില്ല, ഇതുമായിട്ട് ബേസ് കണക്ഷനൊന്നുമില്ല. എന്നാലും ഞാൻ പറയുവാണ്, അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അനിമൽസാണ് കൂടുതലും ഇഷ്ടം. അതുകൊണ്ടാണ് അവൻ വെറ്റിനറിയിലോട്ട് പോയതും എടുത്തതും എല്ലാം അതുകൊണ്ടാണ്. അപ്പം അതിനെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ. പിന്നെ വയനാട് പൂക്കോട് കോളേജിനെ കുറിച്ച് അവന് പറയാൻ 100 എന്ന വാക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അവിടെ വീട്ടിൽ വന്നാൽ തന്നെ നേറ്റിങ്ങര വീട്ടിലാണ്, നേറ്റിങ്ങര തൊഴിക്കലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം അവിടെയാണ് അവൻ്റെ അമ്മയുടെ വീടൊക്കെ അവിടെയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നേരെ എൻ്റെ വീട്ടിൽ വരും, ബെഡിൽ കിടക്കും. അവൻ അവിടുത്തെ വിശേഷം മാത്രം പറയാനുള്ളൂ. കഴിഞ്ഞ മാസം പോലും ഞാൻ വയനാട് ടൂർ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ആ വയനാട് ടൂർ പോയപ്പോൾ തന്നെ നീ വരണം, വയനാട് വാ, നമുക്ക് സെറ്റാക്കാം എന്ന് വെച്ചാൽ അതുവരെ അവൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 3 ദിവസം തന്നെയാണ് സത്യം പറഞ്ഞാൽ അവന് ഒരു കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. നമ്മൾ അറിയുന്ന പെട്ടെന്ന് ഷോക്കായിപ്പോയി. ഈശ്വര വാര്യർക്കു ശേഷം തൻ്റെ മകൻ്റെ ആത്മാവിന് നീതി കിട്ടാൻ വേണ്ടി ധീരതയോടെ പോരാടുന്ന ധീരനായൊരച്ഛൻ, അതാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഒപ്പം നമ്മൾ മലയാളികൾ ഓരോരുത്തരും എന്നും ഉണ്ടാകണം.